പോകാൻ വരട്ടെ, സ്ക്രോൾ ചെയ്ത് പോകാൻ വരട്ടെ. ഒരു കാര്യം, കുറെ നാളായിട്ട് യൂട്യൂബിലൊന്നും വരാണ്ടെന്ന് പെട്ടെന്ന് കയറി വന്നിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് ചോദിച്ചതെങ്കിൽ, അങ്ങനെ ആണ്ടിലും സംക്രാന്തിക്കും കയറി വരാനുള്ള ഒരു സ്ഥലമല്ല യൂട്യൂബ് എന്ന് പറയുന്നവരോടും ആക്ച്വലി ഞാൻ ഭയങ്കര ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെന്തോ വലുതാണെന്ന്. എമ്പുരാൻ എന്ന സിനിമ ഞാൻ കണ്ടു. ഇത് സ്പോയിലർ അല്ല, റിവ്യൂ അല്ല, ഒന്നുമല്ല. മറ്റേ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പൊ ഞാൻ പറയുന്നതിനൊത്തി ഫോണും കുലുങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു എഫക്റ്റ് അല്ല, ഞാൻ പറയുമ്പോൾ എന്റെ കൈ കുലുങ്ങുന്നതാണ്. സോ ലൂസിഫർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചമാണ് ഉണ്ടായത്, ആവേശമാണ് ഉണ്ടായത്. എന്നാൽ എമ്പുരാൻ കണ്ടപ്പോൾ എന്നെ എമ്പുരാൻ കുറച്ചും പിടിച്ചിരുത്തി. ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകമൊക്കെ, എന്തോ വരാൻ പോവാണ്, ആശാൻ എന്തൊക്കെയോ കൊണ്ടുവരാൻ പോവാണ് എന്നൊരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് L3 അതാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു ടെയിലെൻഡിലാണ് നിൽക്കുന്നത്. സോ എനിവേസ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, യു ഡിഡ് ഇറ്റ്. ഒരു ഭയങ്കര ഡയറക്ടർ ബ്രില്യൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. സിനിമാറ്റോഗ്രഫീസ് അടിപൊളി, വേറെ ലെവൽ. ആൻഡ് ഏറ്റവും സൂപ്പർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത്, അതായത് ഞാൻ കാലിക്കട്ടിൽ നിന്ന് ജോലിക്ക് ലീവ് എടുത്ത് സിനിമ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലെക്സിൽ ടിക്കറ്റ് എടുത്ത് വന്നിരുന്ന് കണ്ടപ്പോൾ ഒരു നിമിഷം ആസ് എ മലയാളി ഞാൻ വിചാരിച്ചു, ഞാനിനി ഏതെങ്കിലും ഹോളിവുഡ് പടത്തിനാണോ കയറിയത്, ടിക്കറ്റ് എടുത്ത് മാറിപ്പോയോന്ന്. ലിറ്ററലി അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു പോയിന്റിൽ എന്നെ കൊണ്ട് എത്തിച്ചു. എനിക്ക് തോന്നുന്നത് ഒരുപാട് മലയാളികൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യം. അത്ര സൂപ്പറായിരുന്നു. ഒരു മലയാളി എന്നുള്ള നിലയിൽ പടം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ഇൻട്രോഡായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയും ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്, അങ്ങനെയാണ് ഇത്രയും പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ റിവ്യൂ എടുക്കാൻ വന്നവരോട് പറഞ്ഞില്ല എന്ന്. അവരിതൊന്നും ഇടാമുള്ളൂ, അവർ കട്ട് ചെയ്ത് അവർക്ക് വേണ്ടത് മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങളോട് ഓപ്പണായി പറയണം. സോ ഞാൻ വന്ന് പറഞ്ഞു. ആൻഡ് മോഹൻലാൽ സർ, പൃഥ്വിരാജ് മാത്രമല്ല, ടൊവിനോ തോമസ് ആവട്ടെ, മഞ്ജു വാര്യർ ആവട്ടെ, ഈവൻ ഈച്ച് ആൻഡ് എവറി അതർ ക്യാരക്ടർ ഡിഡ് ദെയർ സൂപ്പർ അടിപൊളി അഭിനയം. എനിക്ക് വേറൊന്നും പറയാനില്ല. സോ ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് യൂട്യൂബിൽ സഹജമായി തന്നെ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു 200 ദിവസത്തെ സീരീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ 1-2 പോരാ, 200 തന്നെ വേണം എന്ന് ചോദിച്ചാൽ ഒരു ഗുമ്മിരിക്കട്ടെ. ഇപ്പം ലൂസിഫറും എമ്പുരാനും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 200 ദിവസത്തെ സീരീസ് ഒക്കെ പറ്റുമെങ്കിൽ ചെയ്തൂടെ. അപ്പോൾ എനിവേസ് നമുക്ക് ഉടനെ സീരീസിൽ കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.